ചിലപ്പത് കടലയാകാം, എന്തുമാകാം. ഒരൊറ്റ വിത്ത്, ഒരു വിത്തേ ഉള്ളൂ. ഞാനും അതിൽ ഷെയറുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് കെട്ടുമ്പോ എന്റെ സദഖ ഇല്ലാതെയാകില്ലല്ലോ, എനിക്കും കൂലി വേണമല്ലോ. നബിയായിട്ടുള്ളവരെ, എനിക്ക് ജോലിയില്ല, എനിക്ക് സമ്പത്തില്ല, എന്നിൽ ഒരുപാടില്ല, എന്നിൽ ഇത് കിട്ടിയതിൽ ബാക്കി ഇത് മാത്രമാ നബിയേ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ആ ഉമ്മാക്കും അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലയോ? ഉമ്മാന്റെ സദഖയും സ്വീകരിച്ചില്ലയോ? അതുകൊണ്ടില്ലേ എല്ലാവരും അവരവർക്കുള്ളത് അല്ലാഹുവിന്റെ ഭവനത്തിന് നൽകണേ. നൽകാതെ പോകല്ല. പള്ളികളിൽ ആയിരക്കണക്കിന് മാലാഖമാർ അവർ സുജൂദ് ചെയ്യുന്ന ഇടമാ, ചിന്മക്കളെ സുജൂദ് ചെയ്യുന്ന ഇടമാ. എല്ലാം വളരെ മനോഹരമാകാം. ഖബർ വിശാലമാകണോ, മഹ്ശറയിൽ രക്ഷപ്പെടണോ. അല്ലാഹുവിന്റെ പള്ളിയുടെ കാര്യം നീ ഏറ്റെടുത്തോ. അല്ലാഹു തന്നതിൽ ലക്ഷങ്ങൾ പൊടിപൊടിച്ചിട്ട് വീടുണ്ടാക്കിയില്ലേ, വാഹനം വാങ്ങിയില്ലേ, മൊബൈലുകൾ മാറി മാറി വാങ്ങിയില്ലേ, ഒരുപാട് ഫർണിച്ചറുകൾ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫർണിച്ചറുകൾ വീടിനെ മോടി പിടിപ്പിച്ചില്ലേ, ഡെക്കറേഷന് എല്ലാം ചെലവഴിച്ചില്ലേ, മക്കളുടെ കല്യാണത്തിൽ ലക്ഷങ്ങൾ കൊടുത്ത് ചെലവഴിക്കില്ലേ, രോഗം വന്നപ്പോ ലക്ഷങ്ങൾ മുടക്കിയില്ലേ, ഇനി രോഗം വന്ന ലക്ഷങ്ങൾ മുടക്കില്ലേ. അതുകൊണ്ട് രോഗം വരാൻ കാത്തു നിൽക്കണ്ട, മരിക്കാൻ കാത്തു നിൽക്കണ്ട, മക്കള് കൊടുക്കുമെന്ന പ്രതീക്ഷ വേണ്ട. മക്കള് മരിക്കാൻ കാക്കുകയാ. ചില മക്കളൊക്കെ പറയലുണ്ട്, ഉസ്താദേ ഉപ്പാക്ക് സുഖമില്ല, സലാമത്താവാൻ ദ്വാരക്കണം ഉസ്താദേ, സലാമത്താകണം ദ്വാരക്കണം എന്ന് പറഞ്ഞ ഉപ്പോണ്ട് മരിച്ചു കിട്ടാനാ. കൽബിന്റെ ഉള്ളിലുള്ള കൊതി ഉപ്പ മരിച്ചു കിട്ടാനാ. സ്വലാത്തിന് ദുആ ചെയ്യാൻ സംഭാവന കൊണ്ടുവന്നവൻ ഉസ്താദേ വലിയ മുറാദ് ഹാസിലാകാ. അവനോട് ചോദിക്കപ്പെട്ടു, അല്ല മോനെ നിന്റെ മുറാദ് എന്താ? അവൻ പറഞ്ഞില്ല ഉസ്താദേ സീക്രറ്റാ, ഇത് പറയാൻ പറ്റിയ മുറാദല്ല. ഉസ്താദ് പറഞ്ഞു, മോനെ നിന്റെ മുറാദ് പറഞ്ഞോ. മുറാദ് മനസ്സിൽ വെച്ച് ദുആ ചെയ്താ അല്ലാഹു പെട്ടെന്ന് ഉത്തരം തരുമല്ലോ. ആരോടും പറയില്ല, മുറാദ് പറഞ്ഞോ. പൊന്നുമോൻ മുറാദ് പറഞ്ഞത് എന്താണെന്നറിയോ? ഉപ്പമാറ് കേക്കണേ, ഉമ്മമാറ് കേക്കണേ. ഉസ്താദേ എന്റെ ഉപ്പോണ്ട് മരിച്ചു കിട്ടണേ. ഇതാ പൊന്നുമോന്റെ മുറാദ്. അല്ല മോനെ എന്തിനാ? ഓൻ പറയുന്നു, ഉസ്താദേ ഉപ്പാക്ക് ലക്ഷങ്ങൾ കോടികൾ വരുന്ന സ്വത്തുപ്പാന്റെ പേരിലുണ്ട്, അത് ഓഹരി വെക്കുന്നില്ല, അത് വിധിച്ചു തരുന്നില്ല. ഞങ്ങൾക്ക് സുഖിക്കണ്ടേ ഉസ്താദ്, ഞങ്ങൾക്ക് വീട് വെക്കണ്ടേ ഉസ്താദ്. ഉപ്പ പറയുന്നുണ്ട്, മരിച്ചിട്ടല്ലാതെ കിട്ടൂല, ഞാൻ മരിക്കാതെ തരൂല. ഉപ്പ പറഞ്ഞപ്പോ പൊന്നുമക്കളുടെ പണി എന്താ? സ്വലാത്തിന് നേർച്ച, മുറാദ് ഹാസിലാവാ. മക്ബറയിൽ നേർച്ച, മുറാദ് ഹാസിലാവാ. വയലിന് നേർച്ച, മുറാദ് ഹാസിലാവാ. എന്റെ ഈ മുറാദ് ഈ ഉപ്പ മരിച്ചിട്ട് മക്കൾക്ക് സ്വത്ത് കിട്ടലാ മുറാദ്. ഇതുപോലോത്ത മക്കളായാലോ എടുത്തു വെക്കണ്ട. ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ ഫൻസി
മുംസിയാ, ദാരിദ്ര്യം വന്നുപോയാ എനിക്കറിയാ. 2 ഫാക്ടറിയുടെ മുതലാളി, 2 ഫാക്ടറി നടത്തിയ മുതലാളി 6000 ശമ്പളത്തിന് ബേക്കറിയിലെ പണിക്കാരനായിട്ടുണ്ട്. 2 ഫാക്ടറികളുടെ മുതലാളിയായിരുന്നു. 40 ജോലിക്കാരുണ്ടായിരുന്നു. ഒരാൾക്കും കൊടുക്കാടെടുത്ത് വെച്ചത് എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലയോ? ചെലവിന് വേണ്ടി 6000 റുപ്യ ശമ്പളത്തിന് വേണ്ടി ജോലിക്ക് ബേക്കറിയിൽ പോകേണ്ടി വന്നില്ലയോ? ഹബീബ് ചോദിക്കുകയാ, ദാരിദ്ര്യമാണോ കാത്തിരിക്കുന്നത്? കാത്തിരിക്കണ്ട, ഉള്ളത് കൊടുത്തോ. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അല്ല, മാറാവ്യാധികളായ രോഗങ്ങളാണോ? ഇപ്പൊ ആരോഗ്യല്ലേ? അല്ല, രോഗം തന്നെ. മാറാവ്യാധികളായാൽ ക്യാൻസറിന് അടിമപ്പെട്ടു പോയാ 2 വെള്ളിയാഴ്ച മുമ്പ് പള്ളിയിലേക്ക് ഒരാള് വന്നു, സങ്കടം പറഞ്ഞു. ഞാൻ ചോദിച്ചു, അല്ലെന്റെ 19 വയസ്സുള്ളയാളാ, ക്യാൻസർ രോഗിയാ, കാഷ്ടം ബാഗിലാ. സുബ്ഹാനല്ലാഹ്, നമ്മള് സുഖമായി കാട്ടിക്കുന്നില്ലേ? സുഖമായി മൂത്രമൊഴിക്കുന്നില്ലേ? സുഖമായി സംസാരിക്കുന്നില്ലേ? സുഖമായി കേൾക്കുന്നില്ലേ? ഒരൊറ്റ തവണ പോലും ഈ കാട്ടിക്കുന്നതിനെ പറ്റി, മൂത്രിക്കുന്നതിനെ പറ്റി, ശ്വാസം വലിക്കുന്നതിനെ പറ്റി, കണ്ണിന്റെ കാഴ്ച പറ്റി കാണുന്നില്ലേ? ഓർക്കുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? കടന്നിട്ട് എണീക്കുമ്പോ പാദരോഗം വന്നവരില്ലേ? വീട്ടിൽ നിന്ന് പോയവർ, അപകടത്തിൽപ്പെട്ട് കാല് പോയവരില്ലേ? കൈ പോയവരില്ലേ? ബോധം കെട്ടുപോയവരില്ലേ? ഓർമ്മശക്തി പോയവരില്ലേ? മാനസിക രോഗികളില്ലേ? എത്രയെത്ര ഉഷാറുള്ളവരാ! കളിക്കുമ്പോ മറിഞ്ഞു വീണവർ, ചിരിക്കുമ്പോൾ മറിഞ്ഞു വീണവർ, ഓടുമ്പോ മറിഞ്ഞു വീണവർ, നടക്കുമ്പോ മറിഞ്ഞു വീണവർ. നിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാ? അതുകൊണ്ട് രോഗത്തെ കാത്തിരിക്കല്ല, രോഗം വരാൻ കാത്തിരിക്കണ്ട. ഇപ്പൊ ആരോഗ്യല്ലേ? ഇരപ്പ കെട്ടുപോകുമെന്ന് ആര് കണ്ടോ? എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രോ! 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ കാലുവേദന കൊണ്ട് ബാംഗ്ലൂരിൽ കൊണ്ടുവരപ്പെട്ടു. 2 മാസം കഴിഞ്ഞ് 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വന്നിട്ട് മയ്യിത്തായിട്ടല്ലയോ? കാലിന് ക്യാൻസർ ബാധിച്ച 19കാരന് കൊണ്ടുപോയിട്ട് തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ട് 19കാരന്റെ മയ്യിത്ത. അതുകൊണ്ട് ചെറുപ്പക്കാരെ, പണമുള്ളവരെ, മുതലാളിമാരെ, ആരോഗ്യം റബ്ബിന്റെ കയ്യിലാ. പണം കൊടുത്താ കിട്ടുന്നതല്ല. ആരോഗ്യം പോയാ വലിയ കോടീശ്വരം പറഞ്ഞിട്ടുണ്ട്, അവന്റെ ബ്രെയിൻ ട്യൂമറാ. അവൻ പറഞ്ഞില്ലേ, ആചാർ പറഞ്ഞില്ലേ, എന്റെ വീട് വിൽക്കാ, എന്റെ കാറുകൾ കൊടുക്കാ. ബ്രെയിൻ ട്യൂമർ എന്ന് സുഖമായി കിട്ടിയ ട്യൂമർ ഒന്ന് മാറിക്കഴിഞ്ഞ എന്തും ചെലവഴിക്കാൻ ഞാൻ തയ്യാറാ. ഇല്ല, സുഖമായില്ല. ആചാരുടെ കെട്ടിടങ്ങൾ ഉപകാരപ്പെട്ടില്ല, കാറുകൾ ഉപകാരപ്പെട്ടില്ല, തോട്ടങ്ങൾ ഉപകാരപ്പെട്ടില്ല. ആചാര് മരിച്ചു പോയില്ലയോ? അതുകൊണ്ട് മാരക രോഗത്തെ കാത്തിരിക്കണ്ട.
ഔ മൗതൻ മുജ്ഹിസാ, അല്ല നിങ്ങൾ മരണമാണോ കാത്തിരിക്കുന്നത്? മരിക്കണ്ട മുഅ്മിനേ, മരിക്കണ്ട സഹോദരാ, മരിക്കണ്ട പെങ്ങളെ, മരിക്കണ്ട ഹാജിമാരെ. ആരോട് ഇല്ലാന്ന് പറഞ്ഞാലും ഉള്ളതും ഇല്ലാത്തതോ അറിയുന്ന റബ്ബില്ലേ. കോടികൾ കൊടുത്താ കിട്ടാത്ത ബ്രെയിൻ ഇല്ലയോ, കോടികൾ കൊടുത്താ കിട്ടാത്ത ഹാർട്ടില്ലയോ, കോടികൾ കൊടുത്താ കിട്ടാത്ത നിയമത്തില്ലയോ. മരണത്തെ കാത്തിരിക്കണ്ട. മരണം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, പിന്നെ ആയുസില്ല, പിന്നെ അവസരമില്ല. അതുകൊണ്ട് മരണം വന്നെത്തുന്നതിന് മുമ്പ് എല്ലാം റബ്ബിന്റെ വഴിയിലായി ചെലവഴിച്ചിട്ട് നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ മരിച്ചു പോയവരാണ്. മരണത്തിന് ആരോഗ്യം പ്രശ്നമല്ല, വയസ്സ് പ്രശ്നമല്ല, അധികാരം പ്രശ്നമല്ല. എല്ലാവരും മരിക്കേണ്ടവരാണ്. ഇന്ന് മരിച്ചാ പിന്നെ പ്രസിഡന്റ് അല്ല, പിന്നെ ഖത്തീബല്ല, പിന്നെ ഉസ്താദല്ല, മുഅദ്ദിനല്ല, മുഅല്ലിമല്ല, ഹാജാറല്ല. ആളുകൾ മയ്യിത്ത് എന്ന് വിളിക്കുന്ന ഒരു ദിവസം നമുക്ക് വന്നെത്തുമ്പോ അന്ന് സുഖമായി പോകണ്ടയോ? നല്ല ആളുകൾ ലോകത്തോട് വിട പറയുമ്പോ റഖീബ് അതീദ് അലൈഹിമസ്സലാ വന്നിട്ട് പറയുകയാണ്, ജസാക്കല്ലാഹു അന്നാ ഖൈറാ. ഓ മനുഷ്യ, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. ആ സക്കറാത്തിന്റെ വേദന, ആ മരണത്തിന്റെ വേദന അനുഭവിക്കാൻ കഴിയോ? മരിക്കുമ്പോ ഈമാനോടെ മരിക്കണ്ടേ, നല്ല മരണം കിട്ടണ്ടേ. പെറുക്കിയെടുക്കുന്ന മയ്യിത്താകരുത്, പോസ്റ്റ്മോർട്ടത്തിന് വിധേയക്കപ്പെടുന്ന മരണമാകരുത്, കുടുംബങ്ങൾ കാണാൻ പറ്റാത്ത മയ്യിത്താകരുത്, ആളുകൾ കളിയാക്കി ചിരിക്കുന്ന മരണമാകരുത്. ചിരിച്ച യാത്ര പോകണ്ടേ, ചിരിച്ച യാത്ര പോകാ. ഒരാളുടെയും കണ്ണുനീരിന് കാരണമാവരുത്, ഒരാളെയും സങ്കടപ്പെടുത്തരുത്, ആരെയും കരയിക്കരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും ആക്രമിക്കരുത്. നല്ലവരായി ജീവിക്കണം, ഈമാനോടെ മരിക്കണം. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാം ദീനിന് വേണ്ടി കൊടുത്ത ഖദീജ ഉമ്മ ലോകത്തോട് വിട പറയുമ്പോ മറുഭൂമിയിലായി, ടണ്ടിന്റെ അടിയിലായി, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ ലോകത്തോട് വിട പറയുമ്പോ ഹബീബ് തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകുകയാ. ഹബീബ് പറയുകയാണ്, ഖദീജ, എന്നെ ഭർത്താവായതിന്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, യാതന വേദനകൾ അനുഭവിച്ചുവല്ലോ ഖദീജ. എല്ലാം ദീനിനു വേണ്ടി ചെലവാക്കിയല്ലോ ഖദീജ. ഹബീബ് തങ്ങളോട് ഖദീജ ഉമ്മ പറയുകയാ, നബിയേ, അങ്ങയുടെ കൂടെ കൂടിയിട്ട് എനിക്കൊരു നഷ്ടവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. അവിടത്തെ കയ്യോട് ഹബീബ് തങ്ങളുടെ കയ്യെ ചേർത്ത് പിടിച്ച് ഹബീബ് തങ്ങളോ മുഖത്തോട് ഉമ്മ വെച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ ഖദീജ അവിടത്തെ കഫൻ ചെയ്യുമ്പോ കോടീശ്വരിയായ ഖദീജ, കച്ചവടക്കാരിയായ ഖദീജ കാലിന്റെ ഭാഗത്തേക്ക് കഫം പുടവ മതിയാകാട് പുല്ല് വെച്ച് കെട്ടിയിട്ടുള്ള കഫൻ ചെയ്യുമ്പോ ഹബീബ് തങ്ങൾ കരഞ്ഞു പോയില്ലയോ?
അവരൊക്കെ എല്ലാം കൊടുത്തു സ്വർഗത്തിൽ പോയവരാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, വിജയിക്കാൻ നമ്മുടെ നാട്ടിലെ പള്ളി നമുക്ക് ധാരാളമാണ്. നാവിനെ നല്ലവണ്ണം സൂക്ഷിക്കണം. അതുപോലെ നല്ലോണം സ്നേഹമുള്ളവരാകണം. ധാരാളം സ്വതക്ക ചെയ്യണം. അതുപോലെ രഹസ്യമായ അമലുകൾ വർദ്ധിപ്പിക്കണം. നല്ല നല്ല ദിവസങ്ങളൊക്കെ വരികയാണ്. എല്ലാ മുഅ്മിനീങ്ങളും ജാഗ്രതയുണ്ടാകണം. നമ്മുടെ മക്കളെ നല്ലോണം ജാഗ്രതയോടെ പോറ്റണം. ചെറിയ മക്കൾ കള്ളിന് അടിമപ്പെടുന്നില്ല, കഞ്ചാവിന് അടിമപ്പെടുകയാണ്, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുകയാണ്. ചെറിയ മക്കളൊക്കെ ഇന്ന് ഉക്ക വലിക്കുക സുലഭമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ സിഗരറ്റ് വലിക്കുക. ഉമ്മമാര് ശ്രദ്ധിക്കണം, ഉപ്പമാര് ശ്രദ്ധിക്കണം. വെക്കേഷൻ സമയങ്ങളിലൊക്കെ മക്കൾ പുഴക്കരയിൽ കുളിക്കാൻ പറഞ്ഞു വിടരുത്. എത്രയോ മക്കൾ മയ്യത്തായിട്ടാണ് വീട്ടിലേക്ക്. ചെറിയ മക്കളുടെ കയ്യിൽ സ്കൂട്ടി കൊടുത്ത് പറഞ്ഞു വിടരുത്. സ്നേഹമുള്ളത് കൊണ്ട് പറയാണ്, നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ചെറിയ മക്കളുടെ കയ്യിൽ സ്കൂട്ടി കൊടുത്തിട്ട് പറഞ്ഞു വിടരുത്. ചെറിയ മക്കളുടെ കയ്യിൽ കാറ് കൊടുത്ത് പറഞ്ഞു വിടരുത്. വെക്കേഷൻ സമയങ്ങളിൽ മക്കളെ നല്ലോണം ശ്രദ്ധിക്കണം. കഞ്ചാവ് സുലഭമാണ്, വളരെ സുലഭമാണ്. ഓരോ വീടുകളിലും കഞ്ചാവ് എത്തുന്ന അവസ്ഥയിൽ പടർന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ നല്ലവരാണെന്ന ഒരു ഉറച്ച വിശ്വാസം ആർക്കും വേണ്ട. വലിയ വലിയ നേതാക്കളുടെ മക്കൾ ഇതിനടിമപ്പെട്ടിട്ടുണ്ട്. വലിയ വലിയ ആളുകളുടെ മക്കൾ ഈ കഞ്ചാവിന് അടിമപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കൗൺസിലിംഗ് ചെയ്തത് കൊണ്ട് പറയാണ്, 7th പഠിക്കുന്ന മക്കളടക്കം കഞ്ചാവ്. 7th പഠിക്കുന്ന പൊന്നുമോന്റെ വയസ്സ് അറിഞ്ഞതുകൊണ്ട് പറയാണ്, മുത്തുമുഅ്മിനീങ്ങളോട് പറയുന്ന മക്കൾ ക്യാമ്പസുകളിൽ നിന്ന് സുലഭമായി കഞ്ചാവ് കിട്ടുന്നു. പെൺകുട്ടികൾ പോലും കഞ്ചാവ് വലിക്കുന്നുണ്ട് നമ്മുടെ ജില്ലയിൽ. വളരെ സൂക്ഷിക്കണം. ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ഈ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ജീവൻ ഒടുങ്ങിയിട്ടുണ്ട്. സീക്രറ്റാ ഓൺലൈൻ ഗെയിമിന്റെ പിന്നാലെ. വളരെ സൂക്ഷിക്കുന്നത് മക്കളെ നല്ലോണം സൂക്ഷിക്കണം. അല്ലാഹു നമ്മയും നമ്മുടെ മക്കളെ ഒക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 11 മണി വരെ പറയാൻ ഉസ്താദ് പറഞ്ഞു. 11 മണിയായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ പറഞ്ഞത് എന്നോടും നിങ്ങളോടുമാണ്. കമ്മിറ്റിക്കാരെ പറഞ്ഞത് ഈ നാട്ടിലെ മൊണ്ടപ്പതുപോലെ കമ്മിറ്റിക്കാരെ പറ്റിയല്ല. മൊത്തത്തിൽ എല്ലായിടത്തും ഇന്ന് പള്ളിയുടെ വിഷയം പറയുമ്പോൾ എന്റെ കൂടെ പറഞ്ഞ ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ആരെപ്പറ്റിയല്ല, നമ്മളൊക്കെ തന്നെയാണ്. ഇന്നുള്ള അടുത്ത കൊല്ലം കമ്മിറ്റി മാറും, പിന്നെ കമ്മിറ്റി മാറും. കഴിഞ്ഞ കുറെ കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്, ഇനി കുറെ കമ്മിറ്റി വരും. നമ്മുടെ നാട്ടിലും പരിസരത്തും എല്ലാ പള്ളിയുടെ വിഷയത്തിൽ ഒരു കേസും കുൽമാലും നമ്മൾ കാരണമാക്കരുത്. നാട്ടിന്റെ ഐക്യം തകർന്നു പോകരുത്. യദുല്ലാഹി അലൽ ജമാഅ. നാട്ടിൽ ഭിന്നിപ്പായാൽ ആ ജമാഅത്തിന്റെ ബറക്കത്ത് അവർക്ക് ഊരപ്പെട്ടു. യദുല്ലാഹി അലൽ ജമാഅ. അല്ലുസ്താദേ, ഏതൊരു വിഷയത്തിലും നാട്ടിൽ ഫിത്ന വരാതെ സൂക്ഷിക്കണം. അനൈക്യം ഉണ്ടാക്കരുത്. ഐക്യത്തോടെ ജമാഅത്ത്, ഒറ്റക്കെട്ടോടെ നമ്മുടെ ജമാഅത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. ആ ഒറ്റക്കെട്ടോടെ അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, നിങ്ങളുടെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, നിങ്ങളുടെ കാര്യങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. അല്ലാഹു നീ കബൂലാക്കണം. അല്ലാഹ് എല്ലാ ആണുങ്ങളും ഒരു 3 സ്വലാത്തിൽ നമുക്ക് ദുആ ചെയ്യണം. ഉള്ളതിൽ നല്ല സംഭാവന നിങ്ങൾ തരുമാണ്. തന്നിട്ടൊരു ചെറിയൊരു ദുആ ലൈവ് വീക്ഷിക്കുന്നവരുണ്ടാവും, അപ്പുറത്ത് പെണ്ണുങ്ങളുണ്ട്, സദസ്സിലുണ്ട്. എല്ലാവർക്കും വേണ്ടി ചെറിയ ദുആ നടത്തിയിട്ട് പിരിയാം. ഉള്ളതിൽ നല്ല സംഭാവന മുസാഫഹത്തായിട്ട് തരിക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم
നാളെ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കരിച്ച ഉടനെയാണ് സ്വലാത്ത് മജ്ലിസ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ ഇൻഷാ അല്ലാഹ് ദുആക്ക് നേതൃത്വം നൽകും. അതിനുശേഷം മതപ്രഭാഷണം നടക്കും. കഴിഞ്ഞ വർഷം കുറേ ആളുകൾ നമ്മുടെ ഈ മജ്ലിസ് സ്വലാത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്തവരുണ്ട്. എല്ലാവരും പെട്ടെന്ന് അതിനെ എത്തിച്ച് സഹകരിക്കണം. 5 ദിവസത്തിന്റെ പരിപാടിയാണ്. എല്ലാ വർഷത്തെ പോലെയല്ല, ഈ വർഷം വളരെ വിപുലമായ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. വലിയ ചെലവെല്ലാം ഉണ്ട്. നാട്ടുകാരായ ഞങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ കഴിഞ്ഞ വർഷം വാഗ്ദാനം ചെയ്ത എല്ലാവരും നിങ്ങൾ ചെയ്ത വാഗ്ദാനങ്ങൾ നമ്മുടെ സെക്രട്ടറിമാർ അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും അവരെ കയ്യിൽ ഏൽപ്പിക്കണം. 2 ദിവസങ്ങളിലുള്ളിലായി എല്ലാം എത്തിച്ച് സഹകരിക്കണം. അള്ളാഹു നമ്മുടെ പരിപാടി വിജയിപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ വന്ന് നമ്മുടെ സദസ്സ് ഭംഗിയാക്കി തരണം. അള്ളാഹു നമുക്ക് ഇവിടെ വഅലിന് വരുന്ന ഉസ്താദുമാർക്കും വലിയ സന്തോഷമാകും. ഇൽമിന്റെ മജ്ലിസാണ്, എല്ലാ ദിവസവും വരണം. അള്ളാഹു ഈ മജ്ലിസ് ഇരിക്കുന്ന കാരണമായി നമുക്ക് വരുന്ന എല്ലാ ആഫത്ത്, മുസീബത്ത്, ബലാ എല്ലാം അള്ളാഹു തട്ടി ദൂരത്താക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. നല്ല അൽഹംദുലില്ലാ, നല്ല നാട്ടുകാരൻ, നല്ല ഇപ്പൊ എല്ലാരും മുസാഫത്തെല്ലാം കഴിഞ്ഞ സദസ്സിൽ ആരും ഇരിക്കലൊന്നുമില്ല. എല്ലാവരും ആ മുസാഫത്താക്കി ബൈക്ക് തന്നെ പോകുന്നു. അൽഹംദുലില്ലാ, നല്ല അനുസരണയും സ്നേഹമൊക്കെ ഉള്ള മനുഷ്യന്മാർ വന്നപ്പം തന്നെ സ്വീകരണവും അതൊക്കെ നല്ല റാഹത്ത്, നല്ല സ്വീകരണമാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. എന്നെ സ്വീകരിച്ചു നല്ല എല്ലാവരെയും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും വന്നവരൊക്കെ കൊണ്ടുപോയി കുടിക്കാൻ കൊടുക്കുക, അതൊക്കെ ഒരു ബർക്കത്താണ്. നാട്ടിലേക്ക് എത്തിയാലുള്ള ചെയ്യേണ്ട ഒരു അതിഥി സൽക്കാര മര്യാദ നല്ല ഉണ്ട്. ഉസ്താദന്മാർ നല്ല പാവം, നല്ല സാധു സ്വഭാവക്കാരായ ഉസ്താദന്മാരാണ്. എല്ലാ ഉസ്താദന്മാർ അല്ലാഹു തആല ഉസ്താദന്മാരുടെ ഖിദ്മത്തിൽ ഇൽമിൽ അമൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ഉസ്താദന്മാർ ചില സ്ഥലത്തൊക്കെ പോയാൽ നല്ല സന്തോഷാകലുണ്ട്. ചില ഉസ്താദന്മാരുടെ ഇടപെടൽ, സ്വഭാവങ്ങൾ, കാര്യങ്ങളൊക്കെ നല്ല ഇവിടുത്തെ ഈ നാട്ടിൽ ഏറ്റവും നല്ല ഒരു സന്തോഷം എടുത്ത ഉസ്താദന്മാർ. അല്ലാഹു തആല ഉസ്താദന്മാർക്ക് റഹ്മത്തും ബർക്കത്തും ചെയ്യട്ടെ. റമളാനൊക്കെ വരാൻ പോവാൻ എല്ലാവരും പള്ളി ഒക്കെ വേണം, പള്ളി വേണം, മദ്രസ വേണം, അതൊക്കെ വേണം. നിങ്ങളാ ചെയ്യുന്ന സദക്ക അല്ലേ, പള്ളിക്കല്ല, ഞങ്ങൾ പള്ളിക്ക് കൊടുത്ത് അതാണെന്നില്ല. ആ ഉസ്താദന്മാർക്ക് കൊല്ലത്തിൽ അങ്ങനെ ചില്ലറന്ന് കൊടുത്താൽ എല്ലാ റമളാനൊക്കെ വരുമ്പോ എല്ലാ ഉസ്താദന്മാരൊക്കെ സഹായിക്കുക. അവർക്ക് ഒരു കുട്ടിയൊക്കെയുള്ള ഒരു ഡ്രസ്സിന്റെ വിഷയങ്ങളിൽ ഓരോരുത്തരും അങ്ങനെ കൊടുത്തിട്ട് അതൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യും. നിങ്ങൾ ഡ്രസ്സ് വാങ്ങുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഉസ്താദ് 1000 രൂപ നിങ്ങൾ ഡ്രസ്സ് വാങ്ങിച്ചോളി എന്ന് പറഞ്ഞ് എല്ലാവരും കൊടുത്താൽ ഉസ്താദന്മാർക്കൊക്കെ സന്തോഷമാണ്. 1000 5 10 ഒക്കെ കൊടുക്കുക. അല്ലാഹു ബർക്കത്താക്കട്ടെ. പള്ളിയും ഒരു ഭാഗത്ത് ഉഷാറാകണം. പള്ളി എന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാർ അവരൊന്നും മറന്നു കളയരുത്. എന്റെ കൂടെ എല്ലാം ഓർമ്മ വേണം. അല്ലാഹു തആല റഹ്മത്തും ബർക്കത്തും ചെയ്യട്ടെ. കമ്മിറ്റിക്കാർ നല്ല ആവേശത്തിലും നല്ല മനോഹരമായ എന്റെ പള്ളിന്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒരു മനസ്സൊരു വയർ നിറയുന്ന പോലത്തെ ആ ഒരു നല്ല ലുക്കിലുള്ള പള്ളി. അൽഹംദുലില്ലാ, അത് വന്നാൽ നാട്ടിലേക്ക് ഒരു സൗന്ദര്യം, ഒരു ബർക്കത്തും കൂടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും പള്ളിന്റെ പണി തീർന്നത് വരെ നമ്മളെ സ്വന്തം വീട് പോലെ, നമ്മളെ ഭരണ മംഗലം പോലെ ഒരു ആഘോഷമായി അതിനെ കൊണ്ടു നടന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, ഗൾഫിലുള്ളവർ, നാട്ടിൽ എല്ലാവരിൽ നിന്നും ഇതിലേക്ക് ആകുന്ന പോലെ ഒരു കൊല്ലം എന്നാ പറഞ്ഞത്, ഒരു കൊല്ലം നിങ്ങളെല്ലാവരും സഹായിച്ച അതിനെക്കാട്ടി ആയി കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും നല്ല രൂപത്തിൽ ഇതുമായി സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. الحمدلله رب العالمين اللهم صل على محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഇവിടുത്തെ ഉസ്താദന്മാർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹു നിർമ്മാണ കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി ഭാരവാഹികൾക്ക് ഖൈർ നൽകണം അല്ലാഹ്. ഇവിടെ വന്നവർ, സദസ്സിലിരുന്നവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, എല്ലാവർക്കും നീ കാവൽ നൽകണേ അല്ലാഹ്. റഹ്മത്തും ബറകത്തും നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തഖ്വ നൽകണേ അല്ലാഹ്. നിന്റെ പള്ളിയെ ഞങ്ങൾക്ക് ഇഷ്ടമാക്കണം അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളുടെ നാട്ടിലെ പള്ളിയെ സഹായിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളുടെ പള്ളി ഞങ്ങൾക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയാണ് യാ അല്ലാഹ്.
നീ തൗഫീഖ് നൽകണം അല്ലാ. ഒരുപാട് ആളുകൾക്ക് ഈ പള്ളിക്ക് സഹായിക്കാനുള്ള മനസ്സ് നൽകണം അല്ലാ. ഇവർ ആരോടൊക്കെ ചോദിക്കുന്നവർക്കെല്ലാം ഉദ്ദേശിച്ചതിനെക്കാളും കൂടുതൽ അവർക്ക് കൊടുക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. ആലിമീങ്ങളെ, തങ്ങന്മാരെ, ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന നാട്ടുകാരാണ്. ഈ നാട്ടിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ വിഷമങ്ങളെ തീർത്തു തരണേ അല്ലാ, കടങ്ങളെ വീട്ടി തരണം അല്ലാ, മുറാദുകളെ ഹാസിലാക്കണം അല്ലാ. കല്യാണ പ്രായമെത്തിയ മക്കൾക്ക് ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ദീർഘായുസ് നൽകണം അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കണം അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീർക്കണേ അല്ലാ. രോഗങ്ങളെ ശിഫാ നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. മക്കൾക്ക് പരീക്ഷകളിൽ നല്ല മാർക്ക് നൽകണേ അല്ലാ. മക്കളെ എല്ലാ തിന്മകളിൽ നിന്ന് കാക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജാവിന്റെ ഹദ്റത്തിൽ പോയി സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മനസ്സ് നിറയെ, ഖൽബ് നിറയെ, കണ്ണ് നിറയെ സലാം പറയാനും ഞങ്ങളുടെ ഹബീബ് ഞങ്ങളുടെ സലാം മടക്കാനും ഭാഗ്യമുള്ളവരാക്കണം അല്ലാ. അല്ലാ, ആർക്കും ഞങ്ങൾ നീ ഭാരമാക്കരുത് അല്ലാ. ഉപ്പ മരിച്ചു കിട്ടണമെന്ന്, ഉമ്മ മരിച്ചു കിട്ടണമെന്ന് ഞങ്ങളാർക്കും മക്കളോ കുടുംബങ്ങളോ ദുആ ചെയ്യുന്ന അവസ്ഥയാകരുത് അല്ലാ. രോഗം വന്നിട്ട് മരിക്കാൻ ആളുകൾ കൊതിക്കുന്ന പോലെ ആവരുത് അല്ലാ. ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. ഒരുപാട് വിഷമങ്ങളുണ്ട്, എല്ലാം തീർക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കണേ അല്ലാ. സിഹ്ർ അടങ്ങേറുകളെ തൊട്ട് കാക്കല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയാളികളെ അസൂയയിൽ നിന്ന് കാക്കണം അല്ലാ. ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്ന് കാക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകുക അല്ലാ. നല്ല ജീവിതം നൽകണേ അല്ലാ. കടന്ന കടപ്പിൽ കാഷ്ടവും മൂത്രവും പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണം അല്ലാ. കാഷ്ടവും മൂത്രവും ബാഗിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്, നീ കാക്കണം അല്ലാ. നീ സലാമത്താക്കുക അല്ലാ. അല്ലാ, ഇവിടെ വന്നവർ, ഇവിടെ കൂടിയവർ, ലൈവിലൂടെ പരിപാടി കണ്ടവർ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കണം അല്ലാ. നല്ല ജീവിതവും ഇസ്സത്ത് ഉണ്ടാക്കുന്ന മരണവും നൽകണം അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ മയ്യത്ത് പെറുക്കിയെടുക്കുന്ന മയ്യത്താകരുത് അല്ലാ. അല്ലാ, ഞങ്ങളുടെ മയ്യത്ത് കീറുമുറിക്കുന്ന മയ്യത്താകുന്നതിനെ തൊട്ട് കാക്കുക അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് ചീഞ്ഞാറുന്ന മയ്യത്താകുന്നതിനെ തൊട്ട് കാക്കുക അല്ലാ. സ്വർഗം കണ്ടിട്ട് പുഞ്ചിരിച്ചിട്ട് റാഹത്തോടെ മരിക്കാൻ, ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകുക അല്ലാ. യാ അല്ലാ, ഞങ്ങൾ മരിച്ച് ഞങ്ങളെ മയ്യത്ത് വിളിച്ച് ഞങ്ങളെ കുളിപ്പിച്ച് ഞങ്ങളെ കഫൻ ചെയ്ത് മൂക്കിലും ചെവിയിലും ദ്വാരങ്ങളിലെല്ലാം പഞ്ഞുവെച്ച് അല്ലാ, സുജൂദിന്റെ അവയവങ്ങളിലെല്ലാം പരത്തി വെച്ച് എല്ലാമായി അവസാനം കാണേണ്ടവരും കണ്ടു കഴിഞ്ഞാൽ അല്ലാ, ഞങ്ങളുടെ കഫൻ തുണിയിൽ കെട്ടി 3 കെട്ടുകൾ കെട്ടി മയ്യത്ത് കട്ടിലിൽ കയറ്റി പള്ളിക്കാട്ടിൽ കൊണ്ടുവന്നു. പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 6 അടി മണ്ണാകുന്ന ഖബർ, ആ ഖബറിലേക്ക് ഞങ്ങളെ താഴ്ത്തി വെച്ച് ഞങ്ങളുടെ മുഖം മണ്ണിനോട് ചേർത്ത് വെച്ച് മൂടുകള്ളുകളിലെല്ലാം വെച്ച് മിന്നാ ഖലഖനാകും ദിക്റുകളെല്ലാം ചൊല്ലി മണ്ണ് വാരിയിട്ട് പോയാൽ അല്ലാ, ഖബറിൽ ഒറ്റക്കാവരുത് അല്ലാ. കൂട്ടിനാളെ തരണം അല്ലാ. നരകത്തെ തൊട്ട് കാക്കണം അല്ലാ.
നിന്റെ റഹ്മത്ത് കൊണ്ട് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കൂടെ സ്വർഗം നൽകണേ അല്ലാഹ്. വേണ്ടപ്പെട്ടവർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട, ഞങ്ങളെ വേണ്ടപ്പെട്ടവർ എല്ലാവരുടെയും കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മൈക്കൊക്കെ ഉഷാറായിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. പറഞ്ഞതിൽ എന്തെങ്കിലും വിഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക. മരിച്ചുപോയ എൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുക. മറ്റുള്ള ഉമ്മാക്കും കുടുംബത്തിന് എല്ലാവർക്കും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.